എല്ലാവർക്കും ഇസൈവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാൻ മുട്ട പൊരിക്കാൻ പോവായിരുന്നു. അപ്പൊ നിങ്ങളും കൂടി ആയിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കിക്കോ. അപ്പൊ അതിനാവശ്യമായുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒരു മുട്ട, ഒരു സവാള വലുത് രണ്ടായി മുറിച്ചത്, ഒരു പച്ചമുളക് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞത്, ഒരു മുട്ട കപ്പിലോട്ട് ഇതുപോലെ പൊട്ടിച്ചിടാം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് എന്നിവ മുട്ടയിലിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് പതപ്പിച്ച് അടിച്ചെടുക്കാം. ഒരു സ്പൂണ് കൊണ്ടോ ഇതും കൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ചിലത് ഇതിലോട്ട് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യും കേട്ടോ. പക്ഷെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് ഗ്യാസ് വെച്ചിട്ട് ഒരു പാൻ വെക്കാം. എന്നിട്ട് പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ മുട്ട ഇടാൻ പാടുള്ളൂ. ആകാത്ത സ്ഥലത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിപ്പോ ഞാൻ വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിലാണ്. ഒരു ഭാഗം കുക്കായതിനു ശേഷം മാത്രം മറിച്ചിടാൻ പാടുള്ളൂ. ഇതിപ്പോ ഒരു സൈഡ് ആയിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം. ഇത് കണ്ടോ, ഈ സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് മൊരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ എൻ്റെ രീതി ഇങ്ങനെയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മുട്ട എപ്പോഴും നമ്മൾ പൊരിക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. വെച്ച് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ മുട്ടയൊക്കെ എപ്പോഴും പൊരിക്കുമ്പോഴത്തേക്കും സവാളയ്ക്ക് ഇച്ചിരി കൂട്ടിയിട്ടിട്ട് പൊരിക്കുമ്പോൾ സൂപ്പറായിരിക്കും. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.